എടാ സന്തോഷം, നീ എവിടെയാ? ഞാൻ ഒരു ഓട്ടം കഴിഞ്ഞ് വരുന്നുണ്ട്. എടാ നീ വൈകിട്ട് വീട് വരെ ഒന്ന് വരണം. എളുപ്പമാകട്ടെ, 9 മണി വരെ ഉള്ളു. എളുപ്പം ചാടി കയറങ്ങോട്ട്. ആരായി മര്യാദയിൽ കാണിച്ചത്? ഇതൊക്കെ എൻ്റെ വീടിൻ്റെ വാതിക്ക കൊണ്ട് തള്ളനായിരുന്നു. ഇതൊക്കെ യുവന്മാരുടെ വീട്ടിൽ കുഴിച്ചിട്ടാ പോരായിരുന്നു, നാശം പിടിക്കാനായിട്ട്. ഹലോ ഹലോ, മെമ്പറല്ലേ? ഞാൻ തോമസ് ഊട്ടിയാ. എന്നാ തോമസൂട്ടി? മെമ്പർ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ നടക്കാനിറങ്ങിയതാ. എൻ്റെ വീടിൻ്റെ വാതിക്ക കൊണ്ട് ആരോ വേണ്ടാതിനും കാണിച്ചിരിക്കുന്നു. എന്നതാ? എൻ്റെ വീടിൻ്റെ വാതിക്ക കൊണ്ട് ആരോ വേസ്റ്റ് ഇട്ടിരിക്കുന്നു. മെമ്പർ ഉടനെ തന്നെ വരണം. ഞാൻ ഉടനെ വരാം. ഇതെന്താ ഫോണിനകത്തോട്ട് രാവിലെ ധാരാളം എത്ര കലിപ്പ്? മനു, നീ ഇത് കണ്ട? ഏതോ വിവരദോഷി കൊണ്ടൊന്ന് വേസ്റ്റ് ഇട്ടിരിക്കുന്നു. ആരാണിത്? ആരാണെന്നറിയാമല്ല, ഞാൻ മെമ്പറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് മണാണ് മെമ്പർ. എന്നാ താമസൂട്ടി? എന്റെ മെമ്പറെ പണ്ട് ടൗണിൽ മാത്രം കണ്ടുവരുന്ന സംഭവ ദേ ഇപ്പോ എന്റെ വീടിന്റെ മുറ്റത്ത് വരെയായി. നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാട് മോശക്കേടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് വൃത്തികേടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ മാലിന്യ സംസ്കരണത്തിന് ശുചിത്വ മിഷൻ എന്ന പദ്ധതി തന്നെയുണ്ട്. ഇതൊന്നും പ്രയോജനപ്പെടുത്താതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. എന്നാ പിന്നെ ആദ്യം പിടിച്ച് പോലീസ് ഏൽപ്പിക്കേണ്ട ഇച്ചാന. ഇങ്ങേരുടെ മകളുടെ കല്യാണത്തിന് ഇതുപോലെ വേസ്റ്റെല്ലാം കൂടി ചാക്കിക്കോട്ടെ എന്നെ കൊണ്ടാ കളയിപ്പിച്ചത്. അതിനെനിക്ക് കുറെ കാശും തന്നു. നിങ്ങളിങ്ങനെ ചെയ്തിട്ടാണ് നിങ്ങളുടെ വീടിന്റെ വായിയെ കൊണ്ടുവന്ന ആൾക്കാർ ഇട്ടിട്ട് പോണത്. എന്നിട്ട് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തോമസൂട്ടി, സമൂഹത്തിൽ അറിയപ്പെടുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഒരു പരിധിവരെ ഇതിനൊക്കെ കാരണക്കാരും നമ്മൾ തന്നെ. ഓർക്കുക, പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും നാം കാണുന്ന മാലിന്യങ്ങൾ പ്രകൃതി സൃഷ്ടിയല്ല, അവ നാം തന്നെ സൃഷ്ടിച്ചവയാണ്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും മുന്നിലാണ് നാം കേരളീയർ എന്ന് ഉദ്ഘോഷിക്കുന്നിടത്താണ് ഇത്തരം ദുരിതപൂർണമായ കാഴ്ച കാണേണ്ടി വരുന്നത്. സംസ്കാരം ഒരു വാക്കുകൊണ്ടല്ല, പ്രവൃത്തിയിലൂടെയാണ് കാണിക്കേണ്ടത്. അതിന് എന്തെല്ലാം മാർഗങ്ങളാണ്? മണ്ണിര കമ്പോസ്റ്റ്, ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റ്, കിച്ചൺ ബിൻ കമ്പോസ്റ്റിംഗ്, റിംഗ് കമ്പോസ്റ്റിംഗ്, മൺകല കമ്പോസ്റ്റിംഗ്, കമ്പോസ്റ്റ് വളക്കുഴി, ജൈവ സംസ്കരണ ഭരണി, പോർട്ടബിൾ ബയോബിൻ കമ്പോസ്റ്റിംഗ്, ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒട്ടനവധി പദ്ധതികൾ നിലവിലുണ്ട്. പ്രകൃതിയുടെ ജീവനാഡികളായ പുഴകളും തോടുകളും സംരക്ഷിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഇവയൊക്കെ മുത്തശ്ശി കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമാകും. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. മാലിന്യമുക്ത ഭവനങ്ങൾ ഒന്നാമത്തെ മാതൃകകളാണ്. മാലിന്യമുക്ത നാട് എൻ്റെ വീടിൻ്റെ നന്മയാണ്.